അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാം സ്കന്ധം 17-ാമത്തെ അധ്യായത്തിൽ 43-ാമത്തെ ശ്ലോകം മുതൽ 55 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദയുഗ്മങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. ഹർഷശോകാദയോ ഭാവാ സർവേഷാം സദൃശാ കഥം ഈശ്വരസ്യ ഹരേർജാതാ കഥമപ്യന്യഥാ ഗതി. തസ്മാൽ വിസ്തരതോ ബ്രൂഹി കൃഷ്ണസ്യ ചരിതം മഹൽ അലൗകികേന ഹരിണാ കൃതം കർമ്മ മഹീതലേ. ഹതാ ആയുക്ഷയേ ദൈത്യാ ക്ലേശേന മഹതാ പുനാ ക്വൈശ്വര്യശക്തി പ്രഥിതാ ഹരിണാ മുനിസത്തമാ. രുക്മിണീഹരണം നൂനം ഗൃഹീത്വാധപലായനം കൃതം ഹി വാസുദേവേന ചോരവച്ചരിതം തദാ. മധുരാമണ്ഡലം ത്യക്ത്വാ സമൃദ്ധം കുലസമ്മതം ജരാസന്ധഭയാത്തേന ദ്വാരകാഗമനം കൃതം. തദാ കേനാപി ന ജ്ഞാതോ ഭഗവാൻ ഹരിരീശ്വര. കിഞ്ചിൽ പ്രബ്രൂഹി മേ ബ്രഹ്മൻ കാരണം വ്രജഗോപനം. ഏതേ ചാന്യേ ച ബഹവാ സന്ദേഹാ വാസവീസുതാ. നാശയാദ്യ
മഹാഭാഗ സർവജ്ഞോസി ദ്വിജോത്തമ ഗോപ്യസ്തഥൈകസന്ദേഹോ ഹൃദയാന്ന നിവർത്തത്തെ പാഞ്ചാല്യാ പഞ്ചഭർതൃത്വം ലോകേ കിം ന ജുഗുപ്സിതം സദാചാരം പ്രമാണം ഹി പ്രവദന്തി മനീഷിണ പശുധർമ്മ കഥം തൈസ്തു സമർത്ഥൈരപി സംശ്രിത ഭീഷ്മേണാപി കൃതം കിം വാ ദേവരൂപേണ ഭൂതലേ ഗോളകൗ തൗ സമുത്പാദ്യ യത്തു വംശസ്യ രക്ഷണം ധിഗ്ധർമ്മനിർണയകാമം മുനിഭിഃ പരിദർശിത യേന കേനാപ്യുപായേന പുത്രോത്പാദനലക്ഷണ. ശ്രീജഗദംബികായൈ നമഃ. ഇത് ശ്രീമദ്ദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ സപ്തദശോധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 17-ാമത്തെ അധ്യായം 43-ാമത്തെ ശ്ലോകം മുതൽ 55 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോ ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വിഷ്ണു സാക്ഷാൽ ഈശ്വരനായിട്ടു കൂടി ഉഗ്രസേന രാജാവിന്റെ ദാസനായി കഴിഞ്ഞതെന്തേ? അമ്മേ ദേവി, ഇക്കാര്യത്താൽ എനിക്കേറെ സംശയങ്ങളുണ്ട് മുനി. നാരായണനെല്ലാറ്റിലും സമചിന്തതാൻ. അമ്മേ ദേവി, ഹർഷശോകാദിഭാവങ്ങൾ എല്ലാവർക്കും തുല്യമാമോ? ഹരിയുടെ ഗതി എന്തേ മറ്റൊരു വിധം? അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതിനാൽ അമാനുഷനായി ഭൂമിയിൽ പിറന്ന കൃഷ്ണൻ തന്റെ കഥ വിസ്തരിച്ചു പറഞ്ഞിടണേ. അമ്മേ ദേവി, ആയുസ്സറ്റ ദൈത്യന്മാരെ ഹരി ക്ലേശിച്ചല്ലോ കൊന്നു. പ്രസിദ്ധമാം ഈശ്വരീയ ശക്തിയെ വീടെ. അമ്മേ ദേവി, രുക്മിണിയെ ഹരിച്ചിട്ടു കൃഷ്ണൻ പലായനം ചെയ്തു. കള്ളനെ പോലെയാണല്ലോ ഹരി ചെയ്തത്. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വംശത്തിനു യോജിച്ചതാം, വംശത്തിനു യോജിച്ചതാം, യദുവംശത്തിനു യോജിച്ചതാം മധുരയെ ഉപേക്ഷിച്ചു. ജരാസന്ധനെ ഭയന്നു ദ്വാരക തേടി. അപ്പോൾ ആരും അറിഞ്ഞില്ല
കൃഷ്ണൻ ഈശ്വരനാണെന്ന് ഗോകുലത്തിൽ ഒളിച്ചതിൻ കാരണമെന്ത്? ഇതുപോലെ അനേകമാം സംശയങ്ങൾ എനിക്കുണ്ട്. അവയെല്ലാം അവിടുന്നു തരണേ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മറ്റൊരു സംശയമെന്റെ മനസ്സിനെ മഥിക്കുന്നു. പാഞ്ചാലിക്കു 5 പതി ലോകനിന്ദ്യം താൻ. സജ്ജനങ്ങൾ ആചരിക്കുന്നതാണല്ലോ പ്രമാണവും. എന്നിട്ടെന്തേ പശുധർമ്മത്തെ ആചരിച്ചു? ദേവരൂപി ഭീഷ്മർ പോലും എന്താണു ചെയ്തതു കഷ്ടം? വിധവപുത്രരാൽ വംശം സംരക്ഷിച്ചില്ലേ? എന്തെങ്കിലും ഉപായത്താൽ സന്തത്യുൽപാദനം ചെയ്യൽ ധർമ്മനിശ്ചയമായിട്ടു കരുതുന്നുവോ? നാരായണ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെന്റെ നാവിൽ അനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 386 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 4 സ്കന്ധത്തിൽ 17 അധ്യായത്തിൽ 43 ശ്ലോകം മുതൽ സമർപ്പണ ശ്ലോകമായ 55 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. ഭഗവത് സ്മരണകൾ ഉണ്ടായ ജനമേജയൻ ശ്രീകൃഷ്ണാവതാരത്തെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ വേദവ്യാസന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആ ചോദ്യ ജാലത്തിലൂടെയാണ് നമ്മളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാന് വിധിയെ നിയന്ത്രിക്കാൻ സാധിക്കാതെ പോയത് എന്നൊക്കെ ചോദിക്കുകയാണ്. വിഷ്ണുനാ ചേശ്വരേണാപി സാക്ഷാൽ നാരായണേന ച ഉഗ്രസേനസ്യ സേവാ വൈ ദാസവൽ സതതം കൃത.
നാരായണനായ വിഷ്ണു സാക്ഷാൽ ആ ഈശ്വരൻ തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഉഗ്രസേന മഹാരാജാവിനെ സാധാരണ ഒരു സേവകനെ പോലെ നിരന്തരം പരിചരിച്ചത്? അദ്ദേഹം സ്വയം ഈശ്വരനാണ്. എന്നിട്ട് എന്തിന് മറ്റൊരാളുടെ പരിചാരകനായിട്ട് നിന്നു? സന്ദേഹോയം മഹാഭാഗ തത്ര നാരായണേ മുനൗ സർവജന്തു സമാനത്വം വ്യവഹാരേ നിരന്തരം. മഹാഭാഗ, ഈ വക കാര്യങ്ങളിലൊക്കെ എനിക്ക് വലിയ സന്ദേഹം, വലിയ സംശയം തോന്നുന്നു. നാരായണ മുനിക്ക് സർവജീവജാലങ്ങളോടും സമഭാവനയാണല്ലോ ഉള്ളത്. എന്നാൽ ഹർഷശോകാദയോ ഭാവ സർവേഷാം സദൃശാ കഥം? ഹർഷശോകാദിഭാവങ്ങൾ എല്ലാവർക്കും തുല്യമായിരിക്കുന്നത് എങ്ങനെയാണ്? നോക്കൂ, ഈശ്വരസ്യ ഹരേർജാത കഥമപ്യന്യഥാഗതി. ഈശ്വരനായ കൃഷ്ണന്റെ ഗതി പോലും മറ്റൊരു വിധത്തിലാകുന്നത് എന്തുകൊണ്ടാണ്? തസ്മാൽ വിസ്തരതോ ബ്രൂഹി കൃഷ്ണസ്യ ചരിതം മഹൽ. അതുകൊണ്ട് ഭൂമിയിൽ അലൗകികേന ഹരിണ, അലൗകികനായി അമാനുഷനായി കൃതം കർമ്മ മഹീതലെ, ഭൂമിയിൽ അദ്ദേഹം ചെയ്ത, കൃഷ്ണൻ ചെയ്ത കർമ്മങ്ങൾ, അതേപോലെ കൃഷ്ണസ്യ ചരിതം, കൃഷ്ണന്റെ കഥയും വിസ്തരിച്ച് പറഞ്ഞു തരണേ. തസ്മാൽ വിസ്തരതോ ബ്രൂഹി, വിസ്തരിച്ച് പറഞ്ഞു തരണേ. ഹതാ ആയുക്ഷയേ ദൈത്യ ക്ലേശേന മഹതാ പുനാ കൈശ്വര്യ ശക്തി പ്രഥിത ഹരിണ മുനിസത്തമാ. ആയുസ് തീർന്ന ദൈത്യന്മാരെ അല്ലേ ഹരി വളരെ ബുദ്ധിമുട്ടിയാണ് കൊന്നത്. പ്രസിദ്ധമായ ഈശ്വരീയ ശക്തിക്ക് അവിടെ എന്താണ് സ്ഥാനം? ഹേ മുനിസത്തമ, കാരണം അവിടത്തേക്ക് നിഷ്പ്രയാസം ഇതൊക്കെ സാധിക്കുമെന്നിരിക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കൃഷ്ണനായി അവതരിച്ച് ഹരി ഇത്തരത്തിൽ ദുഷ്ടന്മാരെ മുഴുവൻ നിഗ്രഹിച്ചത്. രുക്മിണീഹരണം നൂനം ഗൃഹീത്വാധ പലായനം കൃതം ഹി വാസുദേവേന ചോരവച്ചരിതം തദ. ചോരവച്ചരിതം, ഒരു കള്ളന്റെ കഥ പോലെ അല്ലേ, ഒരു കള്ളനെ പോലെയല്ലേ രുക്മിണീദേവിയെ അപഹരിച്ചും കൊണ്ട് ആ കൃഷ്ണൻ പലായനം ചെയ്തത്. അപ്പോ വാസുദേവന്റെ ഈ പ്രവൃത്തി ഏതുപോലെയാണ്? ചോരവച്ചരിതം തഥാ. അപ്പൊ ഏതുപോലെ? ഒരു ചോരനെ പോലെ, ഒരു കള്ളനെ പോലെയാണല്ലോ ആ രുക്മിണിയെ ശ്രീകൃഷ്ണൻ അപഹരിച്ചത്. മധുരാമണ്ഡലം ത്യക്ത്വാ സമൃദ്ധം കുലസമ്മതം, തൻ്റെ കുലത്തിന് യോജിച്ച, തൻ്റെ കുലം താമസിച്ചിരുന്ന ആ മധുരയെ, സമൃദ്ധമായ മധുരയെ ഉപേക്ഷിച്ചിട്ട് ജരാസന്ധഭയാത്തേന ദ്വാരകാഗമനം കൃതം, ജരാസന്ധനെ പേടിച്ച് അദ്ദേഹം ദ്വാരകയിലേക്ക് പോയില്ലേ. തഥാ കേനാപി ജ്ഞാതോ ഭഗവാൻ ഹരിരീശ്വര. അപ്പോൾ ആരും അറിഞ്ഞില്ല അല്ലേ കൃഷ്ണൻ ഈശ്വരനാണെന്ന്. അപ്പൊ ഗോകുലത്തിൽ ചെന്ന് ഒളിച്ചതിനും എന്തെങ്കിലും കാരണമുണ്ടാവും. കിഞ്ചിൽ പ്രബ്രൂഹിമേ ബ്രഹ്മൻ കാരണം വ്രജഗോപനം. ജരാസന്ധനെ പേടിച്ച് ദ്വാരകയിലേക്ക് പോയി, കംസനെ പേടിച്ച് വ്രജത്തിലേക്കും പോയി അല്ലേ. ഏതേ ചാന്യേ ച ബഹവഃ സന്ദേഹാ വാസവീസുതാം നാശയാദ്യ മഹാഭാഗാ സർവജ്ഞോസി ദ്വിജോത്തമാ. ഹേ വാസവീസുത, മുനിശ്രേഷ്ഠ, വേദവ്യാസ, ഇതും ഇതേപോലെ അനവധി ബഹവ സന്ദേഹ, നിരവധി സംശയങ്ങളുമുണ്ട്. അങ്ങ് സർവജ്ഞോസി ദ്വിജോത്തമ, ഏറ്റവും ഉത്തമനായിരിക്കുന്ന ബ്രാഹ്മണൻ, അങ്ങ് സർവജ്ഞനാണ്, അങ്ങത് തീർത്തു തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഗോപ്യസ്തഥൈക സന്ദേഹോ ഹൃദയാന്ന നിവർത്തത്തെ പാഞ്ചാല്യാ പഞ്ചഭർതൃത്വം ലോകേ കിം ന ജുഗുപ്സിതം. അതേപോലെ മറ്റൊരു സംശയം എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോണില്ല. എന്താ അത്? പാഞ്ചാല്യാ പഞ്ചഭർതൃത്വം, പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടെന്നുള്ള കാര്യം. അത് ലോകേ കിം ന ജുഗുപ്സിതം, അത് ലോകത്തിൽ നിന്ദ്യമല്ലേ അല്ലേ? ഒരു പെൺകുട്ടിക്ക് 5 ഭർത്താക്കന്മാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ, അപ്പോ ധർമാത്മാവായിരിക്കുന്ന ധർമ്മപുത്രരടക്കം 5 ഭർത്താക്കന്മാര്, ധർമ്മജ്ഞയായിരിക്കുന്ന ആ പാഞ്ചാലിക്ക്. അപ്പൊ ഇതൊക്കെ അത്ഭുതമാണ്. അത് തന്നെ
ആശ്ചര്യകരമാണ്, എൻ്റെ ഉള്ളിൽ അനേകം സംശയങ്ങൾ ഉണ്ടാവാൻ കാരണവുമാണ്. സദാചാരം പ്രമാണം ഹി പ്രവദന്തി മനീഷിണ പശുധർമ്മ കഥം തൈസ്തു സമർത്ഥൈരപി സംശ്രിത. സജ്ജനങ്ങൾ ആചരിക്കുന്നതാണ് പ്രമാണം. സദാചാരം പ്രമാണം ഹി പ്രവദന്തി മനീഷിണ. മനീഷികള്, വിദ്വാൻമാരായിട്ടുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. സജ്ജനങ്ങൾ എന്താണോ ആചരിക്കുന്നത് അതാണ് പ്രമാണം. അതേപോലെ അതിനെ അനുകരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സമർത്ഥരായ അവർ എന്തുകൊണ്ടാണ് വിവേകമില്ലാതെ പശുധർമ്മം എന്ന് വെച്ചാൽ മൃഗധർമ്മം, മൃഗങ്ങൾക്ക് അങ്ങനെയാണ് അല്ലേ? ഇപ്പൊ ചിലപ്പോ ഒരു പട്ടിക്ക് കുറെ നായകൾ ഭർത്താക്കന്മാരായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പല മൃഗങ്ങളും അങ്ങനെയാണ്, കുറേ പേരെ സ്വീകരിക്കും. അത് നമ്മുടെ രീതിയിൽ അത് നിന്ദ്യമായിട്ടുള്ള പ്രവൃത്തിയാണ്. അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്ത പാഞ്ചാലി, ഇപ്പൊ പാഞ്ചാലിയുടെ പ്രവൃത്തി പ്രമാണമാകുന്നത് എങ്ങനെയാണ്? ഇത് ലോകരീത്യ ഏറ്റവും തെറ്റല്ലേ? എന്തുകൊണ്ടാണ് അവർ ഈ പശുധർമ്മം ആചരിച്ചത്? ഭീഷ്മേണ അപി കൃതം കിം വാ ദേവരൂപേണ ഭൂതലെ. ദേവരൂപിയായ ഭീഷ്മർ പോലും ഇവിടെ എന്താണ് ചെയ്തത്? ഈ ഭൂമിയില് ഗോളകൗതൗ സമുത്പാദ്യ യത്തു വംശസ്യ രക്ഷണം. ആ ഗോളകൗതൗ സമുത്പാദ്യ വിധവാപുത്രന്മാരെ, ഗോളകന്മാരെ, വിധവാപുത്രന്മാരെ സൃഷ്ടിച്ച് വംശം സംരക്ഷിക്കുകയായിരുന്നില്ലേ? യത്തു വംശസ്യ രക്ഷണം. ധിക് ധർമ്മനിർണയ കാമം മുനിഭി പരിദർശിത യേന കേനാപ്യുപായേന പുത്രോത്പാദന ലക്ഷണം. കഷ്ടം എന്നാണ്. ധിക് ധർമ്മനിർണയ കാമം മുനിഭി പരിദർശിത ഏന കേനാപ്യുപായേന. ഏതെങ്കിലും ഒരു ഉപായം സ്വീകരിച്ചിട്ട് സന്തത്യുൽപാദനം നിർവഹിക്കുന്നത് ധർമ്മനിശ്ചയമായിട്ടാണോ, ധർമ്മനിശ്ചയമായിട്ടാണോ മഹർഷിമാര് കരുതിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ കുറേ സംശയങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ അധ്യായത്തിൽ ജനമേജയ മഹാരാജാവ് വേദവ്യാസന്റെ മുമ്പിൽ. അതിന് വേദവ്യാസൻ നൽകുന്ന മറുപടിയാണ് നമ്മൾ 18ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ കേൾക്കുക. അത് നമുക്ക് നാളെ അനുസ്മരിക്കാം. 17ാമത്തെ അധ്യായം അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.